ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും സ്റ്റഡി വിത്ത് സെഡ് സ്ക്വയറിലേക്ക് സ്വാഗതം. BEVA-E181 എൻവിറോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 5 ഫോറസ്റ്റ് റിസോഴ്സസ് എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കി. കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നമ്മൾ ലാൻഡ് ആൻഡ് വാട്ടർ റിസോഴ്സസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വണ്ണാണ് ഫോറസ്റ്റ് ആസ് എ റിസോഴ്സസ്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെ ഫോറസ്റ്റിൽ നിന്നും നമ്മുടെ കാടുകളിൽ നിന്നും നമുക്ക് എന്തെല്ലാം ലഭിക്കുന്നു, എന്തൊക്കെയാണ് ഒരു ഫോറസ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോറസ്റ്റ് ആർ അവർ ട്രഷേഴ്സ്. അത് നമ്മുടെ നിധിയാണ്. കാരണം എന്താണ്, നമുക്ക് എന്തെല്ലാം ലഭിക്കുന്നത്? ടിമ്പർ, ഫ്യൂൽ വുഡ്, ഫ്യൂഡർ, ഫൈബർ, ഫ്രൂട്ട്സ്, ഹെർബൽ ഡ്രഗ്സ്, കോസ്മെറ്റിക്സ് ആൻഡ് മെനി ടൈപ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ഫോർ ഇൻഡസ്ട്രീസ് യൂസ് ചെയ്യുന്ന ഒരുപാട് റോ മെറ്റീരിയൽസ്, ഹെർബൽ ഡ്രഗ്സ്, ഇവയൊക്കെ എന്താണ് നമുക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു? ഫോറസ്റ്റ്, കാടുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെറൈറ്റി ഓഫ് മാമൽസ് ആൻഡ് ബേർഡ്സ്, ഇവയൊക്കെ എന്താണ് നമ്മുടെ ഫോറസ്റ്റിൽ ജീവിക്കുന്നവരാണ്. അവർക്കൊക്കെ ജീവിക്കാനുള്ള റിസോഴ്സസ്, ലിവിങ് റിസോഴ്സസ് ആയിട്ടും ആര് നിൽക്കുന്നു? ഫോറസ്റ്റ് നിലകൊള്ളുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് വെച്ചാൽ ഈ ഒരു ഫോറസ്റ്റ് പ്ലേ എ ഗ്രേറ്റ് റോൾ ഇൻ സോയിൽ ഫോർമേഷൻ, വാട്ടർ കൺസർവേഷൻ, റീജനറേറ്റിംഗ് ഓഫ് ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ റീജനറേറ്റ് ചെയ്യുക വെച്ചാൽ എങ്ങനെയാണ്? ഫോട്ടോസിന്തസിസിന് എന്ത് യൂസ് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്തിട്ട് ഓക്സിജനെ റിലീസ് ചെയ്യും, ഇല്ലേ? പ്ലാന്റ്സ് ഓക്സിജനെ റിലീസ് ചെയ്യും. അങ്ങനെ റീജനറേഷൻ ഓഫ് ഓക്സിജന്, വാട്ടർ കൺസർവേഷൻ, ട്രീസ് ഉണ്ടെങ്കിലേ വാട്ടർ കൺസർവേഷൻ നടക്കുകയുള്ളൂ. അപ്പം വാട്ടർ കൺസർവേഷനും സോയിൽ ഫോർമേഷനൊക്കെ ആരൊരു ഗ്രേറ്റ് റോള് വഹിക്കുന്നുണ്ട്? നമ്മുടെ ഫോറസ്റ്റ് ഒരു ഗ്രേറ്റ് റോൾ തന്നെ വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ വെച്ചാൽ ട്രീസുകൾ, മരങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിനെ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനും ആര് സഹായിക്കുന്നുണ്ട്? ഈ ഒരു ഫോറസ്റ്റ് സഹായിക്കുന്നുണ്ട്. പിന്നെ ട്രാൻസ്പിറേഷൻ നടക്കുന്നതിലൂടെ ക്ലൈമറ്റ് മോഡറേറ്റ് ചെയ്യാനും ഫോറസ്റ്റ് സഹായിക്കുന്നുണ്ട്. ഇനി പറയുന്നത് നമ്മളോട് ചോദിക്കുകയാണ്, ഫോറസ്റ്റ് ഇല്ലാത്തൊരു വേൾഡിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഇറ്റ് പെർഫോംസ് certain functions which can be directly observed, but there are certain functions which cannot directly observed, like purification of air, carbon sink. ഫോറസ്റ്റ് ഒരുപാട് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. അതിൽ ചിലതൊക്കെ നമുക്ക് ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്യാം, ചിലതൊക്കെ നമുക്ക് ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്യാൻ പറ്റാത്തവയാണ്. ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്യുന്ന ഒന്നാണ് ഫ്യൂൽ വുഡ് കളക്ഷന്, ഹെർബൽ ഡ്രഗ്സ് പ്രൊവൈഡ് ചെയ്യുക, കോസ്മെറ്റിക്സ്, റോ മെറ്റീരിയൽസ് യൂസ്ഡ് ബൈ ഇൻഡസ്ട്രീസ്, ഇവയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇൻഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്യാൻ പറ്റാത്തവയാണ് പ്യൂരിഫിക്കേഷൻ ഓഫ് എയർ, കാർബൺ സിങ്ക് ഒക്കെ. മനസ്സിലായല്ലോ? ഇനിയിപ്പോൾ മേലെ ഒരുപാട് ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു അല്ലേ? ഇവയൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. 3 മേജർ ഹെഡിങ്സിൻ്റെ കീഴിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതാണ് എക്കണോമിക് സിഗ്നിഫിക്കൻസ്, ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ്, സോഷ്യൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് അതൊന്ന് നോക്കാം. ഇതിൽ എക്കണോമിക് സിഗ്നിഫിക്കൻസ് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ഞാനൊന്ന് പറയാം. അറിയുന്നവരെന്താണ് ജസ്റ്റ് വായിച്ചിട്ട് മനസ്സിലാകുന്നവർ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്താളൂ കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഫോറസ്റ്റ് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് അവൈലബിൾ റിന്യൂവബിൾ റിസോഴ്സസ് ഓൺ ദ പ്ലാനറ്റ് എർത്ത്. എർത്തിൽ റിന്യൂവബിൾ റിസോഴ്സസ് ആയിട്ടുള്ള ലാർജസ്റ്റ് അവൈലബിൾ റിന്യൂവബിൾ റിസോഴ്സസ് ആണ് നമ്മുടെ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഫോറസ്റ്റ് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് അവൈലബിൾ റിന്യൂവബിൾ റിസോഴ്സസ് ഓൺ ദ പ്ലാനറ്റ് എർത്ത്. ഇനി എന്താണ് എക്കണോമിക് സിഗ്നിഫിക്കൻസിൻ്റെ കീഴിൽ വരുന്നത്? ഫോറസ്റ്റ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ഇൻക്ലൂഡ് ഫുഡ്, ഫ്യൂൽ. ഓക്കെ, ഇവയൊക്കെ നമ്മുടെ ഫോറസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ഇവയെ കൊണ്ടുള്ള ഉപകാരങ്ങൾ? വുഡ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഹൗസസ്, ഫർണിച്ചർ, മാച്ചസ്, പ്ലോസ്, ബ്രിഡ്ജസ് ആൻഡ് ബ്രോഡ്സ്. എന്തൊക്കെയാണോ വുഡിനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മുടെ ഹൗസ്, ഫർണിച്ചർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഫോറസ്റ്റ് പ്രൊഡക്ട്സ് സച്ച് ആസ് ടാനിൻസ്, ഗംസ്, സ്പൈസസ്, വാക്സ്, ഹണി, മാസ്ക് ആൻഡ് ഹൈഡ്സ് ആർ ഓൾ പ്രൊവൈഡഡ് ബൈ ദ ഫ്ലോറ ആൻഡ് ഫ്യൂണ ഓഫ് ഫോറസ്റ്റ്. ഫോറസ്റ്റിലുള്ള മരങ്ങളും മൃഗങ്ങളുമാണ് ഇങ്ങനത്തെ ഗമ്മ്, ഹണി, മാസ്ക്, വാക്സസ് ഇവയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, ലീവ്സ്, റൂട്ട്സ്, ട്യൂബേഴ്സ് ഓഫ് പ്ലാന്റ്സ് ഫോം ദ ഫുഡ് ഓഫ് ഫോറസ്റ്റ് ട്രൈബ്സ്. ഫോറസ്റ്റിലുള്ള ആദിവാസികൾക്ക് ഫുഡാകുന്ന എന്തൊക്കെയാണ്? ഫോറസ്റ്റിലുള്ള ഫ്രൂട്ട്സ്, ലീവ്സ്, റൂട്ട്സ്, ട്യൂബേഴ്സ് ഒക്കെയാണ്.
ഇനിയോ വുഡ് ആൻഡ് ബാംബു പൾപ്പ് ആർ യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് പേപ്പർ ആൻഡ് റയോൺ. ഓക്കെ, ബാംബു പൾപ്പും വുഡും എന്താണ് പേപ്പർ ആൻഡ് റയോൺ മാനുഫാക്ചറിങ്ങിന് സഹായിക്കുന്നു. ഇനിയോ ഫ്ലോറ ആൻഡ് ഫൂൺ ഓഫ് ദ ഫോറസ്റ്റ് ആൾസോ ഹോൾഡ്സ് ദ കീ ടു ന്യൂമറസ് ലൈഫ് സസ്റ്റൈനിങ് പ്രൊഡക്ട്സ് സച്ച് എസ് ഫാർമസ്യൂട്ടിക്കൽസ്, ഇൻസെക്ടിസൈഡ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. അപ്പോൾ ഇതിനൊക്കെ ആവശ്യമുള്ള ഒരുപാട് പ്രൊഡക്ട്സ് എവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്? ഫോറസ്റ്റിലുള്ള ഫ്ലോറ ആൻഡ് ഫ്യൂണയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവയൊക്കെ ഹാർവെസ്റ്റ് ചെയ്യുക സസ്റ്റൈനബിൾ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് ലോങ് ടേം റിസോഴ്സസ് ആയിട്ട് നിലനിൽക്കുന്നുമുണ്ട്. ഇതാണ് എക്കണോമിക് സിഗ്നിഫിക്കൻസിൻ്റെ കീഴിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ്. ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസിൻ്റെ കീഴിൽ തന്നെ മോഡറേഷൻ ഓഫ് ഗ്ലോബൽ ക്ലൈമറ്റ് ഉണ്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഉണ്ട്, സപ്പോർട്ടിങ് നാച്ചുറൽ ഇക്കോളജിക്കൽ സിസ്റ്റം ആൻഡ് പ്രോസസ്സ് ഉണ്ട്. ഇങ്ങനെ 3 ടോപ്പിക്കുകളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ മോഡറേഷൻ ഓഫ് ഗ്ലോബൽ ക്ലൈമറ്റ് ആണ്. എങ്ങനെയാണ് ഫോറസ്റ്റ് എന്താണ് സഹായിക്കുന്നത്? ഗ്ലോബൽ ക്ലൈമറ്റ് മോഡറേറ്റ് ചെയ്യാൻ എങ്ങനെയാണ് ഫോറസ്റ്റ് സഹായിക്കുന്നതെന്ന് നോക്കാം. നേച്ചുറൽ സൈക്കിളായിട്ടുള്ള ഹൈഡ്രോളജിക്കൽ സൈക്കിള്, അതുപോലെ കാർബൺ സൈക്കിൾ, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? അപ്പോൾ ഹൈഡ്രോളജിക്കൽ സൈക്കിളും കാർബൺ സൈക്കിളും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നമ്മുടെ ഫോറസ്റ്റ് എന്ത് ചെയ്യും? ഗ്ലോബൽ ക്ലൈമറ്റിനെ എന്ത് ചെയ്യും? സ്റ്റെബിലൈസ് ചെയ്യും. ഓക്കെ, ഇനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്പേഷ്യൽ ആസ് വെൽ ആസ് ടെമ്പോറൽ പാറ്റേൺസ് ഓഫ് റെയിൻഫാൾ ആർ ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫോറസ്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ എത്രത്തോളം വാട്ടറിനെ സോയിലിന് റിറ്റെയിൻ ചെയ്യാൻ പറ്റും, അതുപോലെ എത്രത്തോളം വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്ലഡിന് കാരണമായി തീരുന്നുണ്ട്, ഇവയൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ട്രീ കവറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതാണ് ഹൗ മച്ച് ഓഫ് വാട്ടർ ഈസ് റിറ്റെയിൻഡ് ഇൻ ദ സോയിൽ ആൻഡ് ഹൗ മച്ച് ഫ്ലോസ് എവേ, സംടൈം കോസിങ് ഫ്ലഡ്സ് ആൾസോ ഡിപ്പെൻഡ്സ് ഓൺ ട്രീ കവർ. ഓക്കെ, ഇനി പറയുന്നത് അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡ് ലെവലിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഫോറസ്റ്റിന് സാധിക്കും. അതെങ്ങനെയാണ്? നമ്മുടെ ഫിക്സ്ഡ് സ്റ്റേറ്റിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ഹോൾഡ് ചെയ്യാൻ ട്രീ ബയോമാസിന് സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഫോറസ്റ്റിനെ മേജർ സോഴ്സ് ഓഫ് കാർബൺ സിങ്ക് എന്ന് പറയുന്നത്. ഡാഷ് ആക്ട് ആസ് എ മേജർ സോഴ്സ് ഓഫ് കാർബൺ സിങ്ക്. ആരാണ്? ഫോറസ്റ്റ്. MCQ ക്വസ്റ്റ്യൻ. അപ്പം എങ്ങനെയാണ് നമ്മുടെ ഫോറസ്റ്റ് ആക്ട് ചെയ്യുന്നത്? മേജർ സിങ്കായിട്ട്, കാർബൺ സിങ്കായിട്ട് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? എന്താണ് ഈ കാർബൺ സിങ്ക് എന്ന് പറയുന്നത്? എബിലിറ്റി ടു അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയറിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ സൂക്ഷിക്കാനുള്ള കഴിവാണ് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കഴിവാണ് ഫോറസ്റ്റിനെ കാർബൺ സിങ്കായിട്ട്, മേജർ സോഴ്സ് ഓഫ് കാർബൺ സിങ്കായിട്ട് വരുത്തുന്നത്. അല്ലെങ്കിൽ എന്താണ് കാർബൺ സിങ്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു നേച്ചുറലായിരിക്കും, അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു റിസർവോയർ ആണ്. അതിൽ അക്യുമുലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാം. എന്തിനെ? കാർബൺ കണ്ടെയ്നിങ് കെമിക്കൽ കോമ്പൗണ്ട്സിനെ ഒരു ഇൻഡെഫിനിറ്റ് പീരീഡിനായിട്ട് സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭരണി, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഓർ നാച്ചുറൽ റിസർവോയർ ആണ് കാർബൺ സിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് കാർബൺ സിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഫോറസ്റ്റ് ആക്ട് ആസ് എ മേജർ സോഴ്സ് ഓഫ് കാർബൺ സിങ്ക്. ഇനി നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫോറസ്റ്റ് ഒരു ഇൻഡിഫിനിറ്റ് പീരീഡിനായിട്ട് സൂക്ഷിച്ചു വെച്ചു. ഇനി എങ്ങനെയാണ് അത് തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക്, ഈ കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നത്? ഈ ഒരു വുഡിനെ അല്ലെങ്കിൽ ഒരു മരത്തിനെ കത്തിക്കുമ്പോൾ, എങ്ങനെ വെച്ചാൽ ബേൺ ചെയ്യുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് പിന്നെയും റിലീസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താ വെച്ചാൽ ഫോറസ്റ്റിന് ഗ്രീൻ ഹൗസ് ഇഫക്റ്റുമായിട്ടും ഗ്ലോബൽ വാർമിങ്ങുമായിട്ടും ഡയറക്റ്റ് ഇമ്പാക്റ്റ് തന്നെയുണ്ട്. ഫോട്ടോസിന്തസിസിനായിട്ട് അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡിനെ ഫോറസ്റ്റിലുള്ള ഒരുപാട് ട്രീസ് ഒരേ ടൈമിൽ ഇങ്ങോട്ട് റിലീസ് ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയും. അത് ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ ഇഫക്റ്റ് ചെയ്യും. റിഡക്ഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ അതിന് കാരണമായി തീരും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ലാർജ് സ്കെയിൽ അഫോറസ്റ്റേഷൻ അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, എന്തിനാണെന്ന് വെച്ചാൽ ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് മോഡറേഷൻ ഓഫ് ഗ്ലോബൽ ക്ലൈമറ്റ് എന്ന ടോപ്പിക്കിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ആണ്. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഫോറസ്റ്റ് ആർ ദ ഗ്രേറ്റസ്റ്റ് repository of biodiversity on the land as they provide ideal conditions for the survival and growth of living organisms.
ഫോറസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഉള്ളൊരു ഇടമാണ്. ലാൻഡിൽ ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഉള്ളൊരു ഇടം എന്ന് പറയുന്നത് എന്താണ്? ഫോറസ്റ്റ് ആണ്. അവിടെ എന്താണ് ഐഡിയൽ കണ്ടീഷൻ ഫോർ ദ സർവൈവൽ ഓഫ് ആൻഡ് ഗ്രോത്ത് ഓഫ് ലിവിങ് ഓർഗാനിസം. ഒരു ലിവിങ് ഓർഗാനിസംസിനെ സർവൈവ് ചെയ്യാനുള്ള എല്ലാ കണ്ടീഷൻസും ഒരു ഫോറസ്റ്റിൽ അവൈലബിൾ ആണ്. ഒരു ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റത്തിൽ ഒരു പെർ യൂണിറ്റ് ഏരിയയിൽ എത്രത്തോളം സ്പീഷീസ് ഉണ്ടോ അതിൻ്റെ എത്രയോ ഡബിൾ ആണ് ഫോറസ്റ്റിൽ ആ ഒരു യൂണിറ്റ് ഏരിയയിൽ ഉണ്ടാകുന്ന ലിവിങ് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് പറയുന്നത്, ദ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് കവേഴ്സ് ലെസ് ദൻ 7% ഓഫ് ദി എർത്ത്സ് ലാൻഡ് സർഫസ് ബട്ട് അക്കൗണ്ട്സ് ഫോർ മോർ ദൻ 50% ഓഫ് ഓൾ നോൺ സ്പീഷീസ്. ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഈ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ ലാൻഡ് നിലം നോക്കുകയാണെങ്കിൽ ഭൂമിയുടെ എന്താണ് പറയുക ഭൂപ്രതലത്തിൻ്റെ 7% താഴെയാണ് ഈ റെയിൻ ഫോറസ്റ്റുകൾ വരുന്നത്. പക്ഷേ അറിയപ്പെടുന്ന എല്ലാ ജീവജാലകങ്ങളും 50%-ലധികം ഇവിടെ തന്നെ ഈ റെയിൻ ഫോറസ്റ്റിൽ നമുക്ക് കാണപ്പെടുന്നുണ്ട്. ഇനിയോ അറിയപ്പെടുന്ന എല്ലാ പ്ലാന്റ് സ്പീഷീസും അതുപോലെ തന്നെ 62%-ൽ ഈ ഒരു റെയിൻ ഫോറസ്റ്റിൽ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ആമസോണിലെയും നൈൽ റിവർ ബേസിനിലെയൊക്കെ നമ്മുടെ റെയിൻ ഫോറസ്റ്റ് സംരക്ഷിക്കുന്നതിനുള്ള പ്രചരണം നടക്കുന്നത്. അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചൊക്കെ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന അവബോധം നമ്മുടെ കാടിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ മനുഷ്യനെ സഹായിക്കുന്നുണ്ട്. The growing awareness about the importance and necessity to conserve biodiversity is helping human beings to realize the significance of forest. അപ്പോൾ അതാണ് ആ വരിയിൽ പറയുന്നത്, നമ്മുടെ ഫോറസ്റ്റിനെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മുടെ മനുഷ്യനെ മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് സഹായിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഗ്രോയിങ് അവെയർനെസ് എബൌട്ട് ദ ഇമ്പോർട്ടൻസ് ആൻഡ് നെസസിറ്റി ടു കൺസേർവ് ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, അതുപോലെ ഡു യു തിങ്ക് ദിസ് അവെയർനെസ് ഓർ ക്യാമ്പയിൻ ഈസ് സഫിഷ്യൻറ്റ് ടു പ്രൊട്ടക്ട് റെയിൻ ഫോറസ്റ്റ്? ഈ ഒരു അവെയർനെസ്സോ അതുപോലെ ഒരു ക്യാമ്പയിൻ നടത്തിയാലൊക്കെ മതിയോ നമ്മുടെ റെയിൻ ഫോറസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ? അത്ര മതിയോ? സഫിഷ്യൻ്റ് ആണോ അത്? തിങ്ക് അബൌട്ട് ഇറ്റ്. വി വിൽ ഡിസ്കസ് സം ഓഫ് ദ കൺസർവേഷൻ മെഷേഴ്സ് ഇൻ ദ ലാസ്റ്റ് സെക്ഷൻ ഓഫ് ദിസ് യൂണിറ്റ്. ഓക്കെ, അത് പോട്ടെ. ഇനി നെക്സ്റ്റ് പറയുന്നത് സപ്പോർട്ടിങ് നാച്ചുറൽ ഇക്കോളജിക്കൽ സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സസ് ആണ്. ആസ് മെൻഷൻ earlier, forests perform certain activities which are crucial for supporting ecological systems and processes directly. അതിൽ കുറച്ച് ഫങ്ഷൻസ് ആണ് താഴെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ നോക്കൂ. ഫോറസ്റ്റ് ചെക്ക് ദ സോയിൽ ഇറോഷൻ ബൈ പ്രിവെൻറ്റിംഗ് ദ ആക്ഷൻസ് ഓഫ് വിൻഡ്സ് ആൻഡ് വാട്ടർ ദെയർബൈ പ്രിസർവ്സ് ദ ഫെർട്ടൈൽ ടോപ്പ് സോയിൽ. അപ്പം ഫോറസ്റ്റ് എന്ത് ചെയ്യും? സോയിൽ ഇറോഷൻ ചെക്ക് ചെയ്യും. എന്നിട്ട് പ്രിവെൻറ്റിംഗ് ദ ആക്ഷൻസ് ഓഫ് വിൻഡ് ആൻഡ് വാട്ടർ, വിൻഡിൻ്റെയും വാട്ടറിൻ്റെയും ആക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്തിട്ട് നമ്മുടെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി, ടോപ്പ് സോയിലിൻ്റെ ഫെർട്ടിലിറ്റി പ്രിസർവ് ചെയ്യും. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് പ്രിവെൻറ്റ്സ് ലാൻഡ് സ്ലൈഡ്സ് ആൻഡ് റെഡ്യൂസസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് സൈക്ലോൺസ് ആൻഡ് ഫ്ലഡ്. അത് ലാൻഡ് സ്ലൈഡ്സും അതുപോലെ തന്നെ സൈക്ലോൺസിൻ്റെയും ഫ്ലഡിൻ്റെയും ഒക്കെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുകയും ചെയ്യും, ലാൻഡ് സ്ലൈഡിനെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യും. ഫോറസ്റ്റിൻ്റെ ഗുണങ്ങളാണ് എന്തെല്ലാമാണ് ഫോറസ്റ്റ് നമുക്ക് ചെയ്തു തരുന്നത്. ബൈ പ്രിവെൻറ്റിംഗ് സോയിൽ ഇറോഷൻ, ഫോറസ്റ്റ് റെഡ്യൂസ് സ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ബോഡീസ് ഇൻക്ലൂഡിങ് റിസർവോയേഴ്സ്. സോയിൽ ഇറോഷൻ തടയുന്നതോടുകൂടി എന്ത് ചെയ്യും? വാട്ടർ ബോഡീസിൻ്റെ സ്ലിറ്റിങ് റെഡ്യൂസ് ചെയ്യും, ഇൻക്ലൂഡിങ് റിസർവോയേഴ്സ്. ഓക്കെ. ഫോറസ്റ്റ് ഇംപ്രൂവ്സ് എയർ ക്വാളിറ്റി ബൈ അബ്സോർബിങ് ടോക്സിക് ഗ്യാസസ് ആൻഡ് പെർട്ടിക്കുലേറ്റ് മാറ്റർ. അപ്പോൾ എന്താണ് ഫോറസ്റ്റ് ഇംപ്രൂവ് ചെയ്യുന്ന? എയർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും. എങ്ങനെയാണ്? കാർബൺ ഡൈ ഓക്സൈഡിനെ ഫോട്ടോസിന്തസിസിന് യൂസ് ചെയ്തിട്ട് ഓക്സിജനെ റിലീസ് ചെയ്യും അല്ലേ? അങ്ങനെ എന്ത് ചെയ്യും? എയർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും. ഇറ്റ് പ്രൊട്ടക്ട് വാട്ടർ ഷെഡ്സ് ആൻഡ് എൻഷ്യൂർ പാരന്യൽ സപ്ലൈസ് ഓഫ് ഫ്രഷ് വാട്ടർ. അതുപോലെ വാട്ടർ ഷെഡ് എന്ത് ചെയ്യും? പ്രൊട്ടക്ട് ചെയ്തിട്ട് നമുക്ക് നല്ല ഫ്രഷ് വാട്ടർ സപ്ലൈ ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് സപ്പോർട്ടിങ് നാച്ചുറൽ ഇക്കോളജിക്കൽ സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സിൻ്റെ കീഴിൽ വരുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സോഷ്യോ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ആണ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നാഗരികതയുടെ തുടക്കം മുതൽ തന്നെ പ്രകൃതി വിഭവങ്ങൾ നമ്മുടെ സാമൂഹികവും സാംസ്കാരികവുമായ ധാർമ്മികതയുടെ ഭാഗമായി തീർന്നിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ ഒരു ആധുനിക ലൈഫിൽ അതുപോലെ തന്നെ എന്താണ് മെറ്റീരിയലിസ്റ്റിക് ലൈഫിലൊക്കെ എന്താണ്
നമ്മുടെ ജീവിതത്തിൽ പോലും അത്തരം സാംസ്കാരിക ബന്ധങ്ങളുടെ അടയാളങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ വനങ്ങൾക്ക് അതിൻ്റേതായ സൗന്ദര്യവും വിനോദപരവും അതുപോലെ ആത്മീയവുമായ മൂല്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. ഇനി പറയുന്നത് എന്താ വെച്ചാൽ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് ന്യൂസ് പേപ്പറിൽ അല്ലെങ്കിൽ ടെലിവിഷനിലൊക്കെ അറിയാൻ പറ്റും ഡീഫോറസ്റ്റേഷൻ നടക്കുന്നതായിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഡീഫോറസ്റ്റേഷൻ നടക്കുന്നത് വെച്ചാൽ ക്ലിയറിംഗ് ഓഫ് ഫോറസ്റ്റ് ഫോർ അർബനൈസേഷൻ, മൈനിങ്, എസ്റ്റാബ്ലിഷിംഗ് ഇൻഡസ്ട്രിയൽ കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ്, റെയിൽവേ ലൈൻസ്, റോഡ്സ് എക്സെട്ര. അപ്പോൾ എന്തിനൊക്കെയാണ്? നഗരവൽക്കരണം, ഖനനം, ഡാമുകളുടെ വ്യവസായ നിർമ്മാണം അല്ലെങ്കിൽ അത് സ്ഥാപിക്കൽ, ഓക്കെ, റെയിൽവേ ലൈനുകൾ, റോഡുകൾ, അതുപോലെ ഇതൊക്കെ നമുക്ക് ടെലിവിഷനിൽ നിന്നും അതുപോലെ ന്യൂസ് പേപ്പേഴ്സിൽ നിന്നൊക്കെ അറിയാൻ പറ്റും. എത്രത്തോളം നമ്മുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഡീഫോറസ്റ്റേഷൻ എത്രത്തോളം നമ്മുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുമെന്നത് നമ്മൾ അറിയേണ്ടതുണ്ട്. ഡു യു നോ റേറ്റ് ഓഫ് ഡീഫോറസ്റ്റേഷൻ ഈസ് സോ ഹൈ ദ വേൾഡ് ഓവർ ദാറ്റ് ഇറ്റ് ഹാസ് സ്റ്റാർട്ടഡ് എഫക്റ്റിംഗ് അവർ ലൈഫ്. അപ്പം ഡീഫോറസ്റ്റേഷൻ എന്തായിട്ടുണ്ട്? നമ്മുടെ ലൈഫിനെ അത് ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇൻ ദ ഫോളോയിങ് സെക്ഷൻ അതിനെക്കുറിച്ച് ഇനി ഡീഫോറസ്റ്റേഷൻ്റെ കോഴ്സസും കോൺസിക്വൻസൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി എന്താണ് ഡീഫോറസ്റ്റേഷൻ? ഡീഫോറസ്റ്റേഷൻ റെഫേഴ്സ് ടു ദ പെർമനൻറ്റ് റിമൂവൽ ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡിജിനിയസ് ഫോറസ്റ്റ്. അപ്പോൾ നമ്മുടെ ഫോറസ്റ്റിനെ എന്നേക്കുമായി നീക്കം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അത് നശിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഡിജിനിയസ് ഫോറസ്റ്റ് അല്ലെങ്കിൽ തദ്ദേശീയ വനമേഖല. ഇവ ഭൂമിയുടെ 21%, എർത്ത് ലാൻഡ് സർഫസിൻ്റെ 21% ഈ ഒരു ഫോറസ്റ്റാണ്, ഇൻഡിജിനിയസ് ഫോറസ്റ്റാണ് കവർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അക്കോർഡിംഗ് ടു ദ വേൾഡ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡീഫോറസ്റ്റേഷൻ ഈസ് റിഗാർഡ് ആസ് വൺ ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് പ്രസിംഗ് ലാൻഡ് യൂസ് പ്രോബ്ലം. വേൾഡ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കണക്കനുസരിച്ച് വനനശീകരണം ലോകത്തിലെ ഏറ്റവും വലിയ ഭൂപ്രദേശങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഇനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡീഫോറസ്റ്റേഷൻ്റെ റേറ്റ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഡീഫോറസ്റ്റേഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നന്നായിട്ട് കൂടുതലാണ്. ഓരോ വർഷവും 12 മില്യൺ ഹെക്ടേഴ്സ് ഓഫ് ഫോറസ്റ്റ് ക്ലിയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഓരോ വർഷവുമാണ് ആനുവലി 12 മില്യൺ ഹെക്ടേഴ്സ് ഓഫ് ഫോറസ്റ്റ് ആർ ക്ലിയർഡ് ആനുവലി. ഓക്കെ, ഇനി ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദിസ് ഡീഫോറസ്റ്റേഷൻ ഒക്കേഴ്സ് ഇൻ ദ മോയിസ്റ്റ് ഫോറസ്റ്റ് ആൻഡ് ഓപ്പൺ വുഡ്ലാൻഡ്സ് ഓഫ് ദ ട്രോപ്പിക്സ്. ഓപ്പൺ വുഡ്ലാൻഡ്സ് ഓഫ് ദ ട്രോപ്പിക്സിലുള്ള ഫോറസ്റ്റും മോയിസ്റ്റ് ഫോറസ്റ്റുമാണ് അധികവും ഡീഫോറസ്റ്റേഷൻ സംഭവിക്കുന്നത്. 2050 ആകുമ്പോഴേക്കും ഈ ഒരു ട്രോപ്പിക്കൽ ഫോറസ്റ്റും അതുപോലെ തന്നെ അതൊക്കെ ലോസ്റ്റ് ആയി പോകും. ആ ഒരു ഡിഫോറസ്റ്റേഷൻ ഈ ഒരു പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, ഡിഫോറസ്റ്റേഷൻ്റെ റേറ്റ് ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മോയിസ്റ്റ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഓക്കെ അവയ്ക്ക് നമുക്ക് ലോസ്റ്റ് ആവും. 2050 ആകുമ്പോഴേക്കും ലോസ്റ്റ് ആവും. എക്സെപ്റ്റ് ഫോർ ഐസൊലേറ്റഡ് ഏരിയാസ് ഇൻ ദ ആമസോൺ ആൻഡ് സേറ ബേസിനിലെയും ആമസോണിലെയും കുറച്ച് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഒഴികെ, അല്ലെങ്കിൽ കുറച്ച് റിസർവേഴ്സിലും പാർക്കിലും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് മോയിസ്റ്റ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് 2050 ആകുമ്പോഴേക്കും നഷ്ടപ്പെടും. അതാണ് ആ ടോപ്പിക്കിൽ പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻ ഇന്ത്യ ഫോറസ്റ്റ് കവർ 24.39% ഓഫ് ദ ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയ. അപ്പോൾ ഇന്ത്യയിലെ അവസ്ഥ എന്താണ്? 24.39%. അപ്പോൾ അത്രയും പെർസെൻറ്റേജാണ് ജിയോഗ്രഫിക്കൽ ഏരിയയുടെ അത്രയും പെർസെൻറ്റേജ് കവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോറസ്റ്റാണ്. ഹൗവർ it is associated that the country needs 33% of its area under forest to meet the ecological and economic needs. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോഴ്സസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ ആണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, സെക്കൻഡ് വൺ ഫോറസ്റ്റ് ഫയേഴ്സ് ആണ്, തേർഡ് വൺ ഗ്രേസിങ് ഓഫ് ആനിമൽസ്, ഫോർത്ത് വൺ പെസ്റ്റ് അറ്റാക്ക് ആണ്. അതിൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡീഫോറസ്റ്റേഷനും അതുപോലെ ഇൻക്രീസ് ചെയ്യും. നമ്മുടെ ഇറ്റ് പോസിറ്റീവ് മേജർ ത്രെറ്റ് ടു ദ എൻവിറോൺമെൻറ്റ്. ഓക്കെ, ഇനി എന്താണ് പറയുന്നത് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോറസ്റ്റ് നമ്മൾ ഒരു വാസ്റ്റ് ഏരിയ തന്നെ ക്ലിയർ ചെയ്യും. എന്തിനാണത്? എക്സ്പാൻഡ് ഫാമിംഗ് ലാൻഡ്, മൈനിങ് ആക്ടിവിറ്റീസ്, അല്ലെങ്കിലോ ക്രിയേഷൻ ഓഫ് ന്യൂ ആൻഡ് എക്സ്പാൻഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്. നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് വീട് വേണമല്ലോ താമസിക്കാൻ, അതിനൊക്കെ നമ്മൾ ഫോറസ്റ്റ് ക്ലിയർ ചെയ്യും.
അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് റോഡ്, റെയിൽവേസ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഫോറസ്റ്റ് ക്ലിയർ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ആവശ്യങ്ങൾ, നെസസിറ്റി ഓഫ് ലൈഫിൻ്റെ ആവശ്യങ്ങളും കൂടുന്നുണ്ട്. വീട് മാത്രം പോരാ, നമുക്ക് എന്തൊക്കെ വേണം? ടിമ്പർ, അതുപോലെ ഫയർവുഡ്, പേപ്പർ, അല്ലെങ്കിൽ ഫോറസ്റ്റിൽ നിന്ന് ലഭിക്കുന്ന അതർ വാല്യുബിൾ പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് ആവശ്യമായി വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഓർക്കുക, പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്താൽ അതുപോലെ തന്നെ ഡീഫോറസ്റ്റേഷൻ ഇൻക്രീസ് ചെയ്യും. കാരണം എത്രത്തോളം ജനങ്ങൾ കൂടി വരുന്നോ അവർക്ക് അത്രത്തോളം ആവശ്യങ്ങളും അവരുടെ ലൈഫിൽ കൂടി വരുന്നു. അതിനനുസരിച്ച് നമ്മുടെ ഡീഫോറസ്റ്റേഷൻ നമ്മൾ എന്ത് ചെയ്യും? ഫോറസ്റ്റ് ക്ലിയർ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഫസ്റ്റ് വൺ, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഫയേഴ്സാണ്. കാട് കത്തിപ്പോവുക. അതിൽ 2 സിറ്റുവേഷനാണ് പറയുന്നത്. ഒന്ന്, ഡ്രൈ ഹ്യൂമസ് ആൻഡ് ഓർഗാനിക് മാറ്റർ ഫോമിങ് എ തിക്ക് കവർ ഓവർ ദ ഫോറസ്റ്റ് ഫ്ലോർ പ്രൊവൈഡ്സ് ഐഡിയൽ കണ്ടീഷൻ ഫോർ ഗ്രൗണ്ട് ഓർ കെയർലെസ്ലി സർഫസ് ഫയേഴ്സ്, ത്രോയിങ് ബേണിംഗ് സിഗരറ്റ് സ്റ്റെപ്സ് ഓൺ ഡ്രൈഡ് ഫോളിക് ആൻഡ് ലൈറ്റ് എ ഫയർ. അപ്പം എന്താ വെച്ചാൽ ഡ്രൈ ഹ്യൂമസ് അതുപോലെ ഓർഗാനിക് മാറ്ററൊക്കെ നമ്മൾ ഫോറസ്റ്റിൻ്റെ അടിയിൽ നമ്മളല്ല തിക്കായിട്ട് കിടക്കുമ്പോൾ ആ ഒരു കണ്ടീഷനിൽ ചെറിയൊരു സിഗരറ്റിൻ്റെ അതിൽ നിന്നോ അല്ലെങ്കിൽ ചെറിയൊരു ഫയർ ലഭിക്കുമ്പോൾ അത് ആളി കത്തുന്ന ആ ഒരു അവസ്ഥ. കാരണം അത്രയ്ക്ക് ഡ്രൈ ആയിട്ടുള്ള ഹ്യൂമസ് ഓർഗാനിക് മാറ്ററൊക്കെയാണ്. അപ്പോൾ അത് വേഗം കത്തി പിടിക്കും. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഫോറസ്റ്റിൽ എന്താ വെച്ചാൽ ട്രീയുടെ ടോപ്സൊക്കെ തമ്മിൽ തട്ടിക്കൊണ്ടായിരിക്കുമല്ലോ. അത് വേഗം ഫയർ ക്യാച്ച് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ ബൈ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കൺസ്റ്റന്റ് റബ്ബിങ് എഗെയിൻസ്റ്റ് ഈച്ച് അതർ. അവർ തമ്മിൽ ഉരസുന്നത് കൊണ്ട് അതിൽ നിന്ന് തീപ്പൊരി വന്നിട്ട് പെട്ടെന്ന് ഫയർ പെട്ടെന്ന് വരും. അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. ക്രോൺ ഫയർ ടേക്സ് പ്ലേസ് ഇൻ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഫോറസ്റ്റ് വെയർ ട്രീ ടോപ്സ് may catch fire by heat produced by the constant rubbing against each other. Okay. ഇനി പറയുന്നത് എന്താ വെച്ചാൽ ഫയർ ഡിസ്ട്രോയ്സ് ഫുള്ളി ഗ്രൗണ്ട് ട്രീസ്, റിസൾട്ട് ഇൻ കില്ലിംഗ് ആൻഡ് സ്ക്രോച്ചിങ് ഓഫ് ദി സീസ്, ഹ്യൂമസ്, ഗ്രൗണ്ട് ഫ്ലോറ ആൻഡ് അനിമൽ ലൈഫ്. അപ്പം ഫയർ ഫോറസ്റ്റിൽ ഫയർ വന്നാൽ ഒരുപാട് മരങ്ങൾ അതുപോലെ അവിടുത്തെ ലൈഫൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതാണ് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഗ്രേസിംഗ് ഓഫ് ആനിമൽസ്. ട്രാംപ്ലിംഗ് ഓഫ് ദ ഫോറസ്റ്റ് സോയിൽ ഇൻ ദ കോഴ്സ് ഓഫ് ഓവർ ഗ്രേസിംഗ് ബൈ ലൈഫ് സ്റ്റോക്ക് ഹാസ് ഫാർ റീച്ചിങ് എഫക്ട്സ് സച്ച് എസ് ലോസ് ഓഫ് പോറസിറ്റി ഓഫ് സോയിൽ ഇറോഷൻ ആൻഡ് ഡിസർട്ടിഫിക്കേഷൻ ആൻഡ് റെഡ്യൂസ്ഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് ദ പ്രീവിയസ്ലി ഫെർട്ടിൽ ഫോറസ്റ്റ് ഏരിയ. നമ്മൾ ആനിമൽ ഗ്രേസ് ചെയ്യുമ്പോൾ ഒരുപാട് ആനിമൽസ് ഗ്രേസ് മേഞ്ഞ് നടക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് തന്നെ ഫോറസ്റ്റിനെ എഫക്റ്റ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ആ സോയിൽ എന്ത് ചെയ്യും? സോയിലിൻ്റെ ആ ഒരു ബലമൊക്കെ നഷ്ടപ്പെടും, പ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെടും, ഫെർട്ടിലിറ്റി നഷ്ടപ്പെടും, സോയിൽ ഇറോഷന് സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയാണ് ഗ്രേസിങ് ഓഫ് ആനിമൽസ് പറയുന്നത്. പിന്നെ പെസ്റ്റ് അറ്റാക്കാണ്. പെസ്റ്റ് ഡിസ്ട്രോയ് ട്രീസ് ബൈ ഈറ്റിംഗ് അപ്പ് ദ ലീവ്സ്, ബോറിങ് ഇൻ ടു ഷൂട്ട്സ് ആൻഡ് ബൈ സ്പ്രെഡിങ് ഡിസീസ്. പെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ പെസ്റ്റ് ലീവ്സൊക്കെ ഭക്ഷിച്ചിട്ട് അതിൻ്റെ അതുപോലെ ഡിസീസസ് സ്പ്രെഡ് ചെയ്തിട്ടൊക്കെ ഫോറസ്റ്റ് നശിപ്പിക്കും. ഇതാണ് ഇത്രയും പോയിന്റ് ഉള്ളത് കോസസ് ഓഫ് ഡിഫോറസ്റ്റേഷനിൽ. അപ്പോൾ എങ്ങനെയാണ് MCQ ക്വസ്റ്റ്യൻ ചോദിക്കുകയെന്ന് വെച്ചാൽ ഈ 4 പോയിന്റ്സ് ഉണ്ടല്ലോ, മെയിൻ പോയിന്റ്സ്: പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ഫോറസ്റ്റ് ഫയേഴ്സ്, ഗ്രേസിംഗ് ഓഫ് ആനിമൽസ്, പെസ്റ്റ് അറ്റാക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ 4 പോയിന്റ്സ് അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് മിസ് ചെയ്തിട്ട് അവർ പറയുകയാണ് ഇതിൽ പെടാത്ത കോസസ് ഓഫ് ഡിഫോറസ്റ്റേഷനിൽ പെടാത്തവ ഏതാണെന്ന് ചൂസ് ചെയ്യാൻ. അപ്പോൾ 3 കറക്റ്റായിട്ട് തന്നിട്ടുണ്ടാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ പോപ്പുലേഷൻ ഓഫ് എക്സ്പ്ലോഷൻ തന്നിട്ടുണ്ടാവും, ഫോറസ്റ്റ് ഫയേഴ്സ് തന്നിട്ടുണ്ടാവും, പെസ്റ്റ് അറ്റാക്ക് തന്നിട്ടുണ്ടാവും, വേറൊരു പോയിന്റും കൂടി തന്നിട്ടുണ്ടാവും. ഇതിലേതാണ് ഡിഫോറസ്റ്റേഷൻ്റെ കാരണമായി തീരാത്തത്, അതല്ലാത്ത ഇതിൽ പെടാത്ത ഏതെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു 1 ആയിരിക്കും. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക. അല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഇതിൽ ക്വസ്റ്റ്യൻ വരുമല്ലോ, MCQ ക്വസ്റ്റ്യനും കൂടിയല്ലേ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോൺസിക്വൻസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ ആണ്. ഡീഫോറസ്റ്റേഷൻ്റെ വനനശീകരണത്തിൻ്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡീഫോറസ്റ്റേഷൻ്റെ കോഴ്സൊക്കെ പറഞ്ഞു, കാരണങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി നോക്കൂ, നമ്മുടെ ക്ലൈമറ്റ്, അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, വൈൽഡ് ആനിമൽസ്, ക്രോപ്സ്, മെഡിസിനൽ പ്ലാന്റ്സ്, ഇവയൊക്കെ എന്താണ് നമ്മുടെ ഫോറസ്റ്റുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ലാർജ് സ്കെയിലായിട്ട് ഡീഫോറസ്റ്റേഷൻ നടക്കുകയാണെങ്കിൽ അതിന് അതിൻ്റേതായ നല്ലൊരു അനന്തരഫലങ്ങൾ തന്നെ ഉണ്ടാകും അല്ലേ. അപ്പം അത് 8 പോയിന്റ്സ് അടിയിൽ തന്നിട്ടുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹാബിറ്റേറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽസ്. ട്രീ യൂസിങ് ആനിമൽസ് ആർ ഡിപ്രേറ്റഡ് ഓഫ് ഫുഡ് ആൻഡ് ഷെൽട്ടർ ആണ്. എന്നുവെച്ചാൽ ഇപ്പോൾ
ഓരോ വൈൽഡ് ആനിമൽസിനും ചിലപ്പോൾ അവരെന്താണ് ട്രീസിൽ അങ്ങനെയൊക്കെ ആയിരിക്കും അവർ ജീവിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ഫുഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ ട്രീസൊക്കെ ആയിരിക്കും. നമ്മൾ ഡിഫോറസ്റ്റേഷൻ സംഭവിക്കുകയാണെങ്കിൽ അവരുടെ ലൈഫ് തന്നെ അവർക്ക് നഷ്ടപ്പെടുകയാണ്, അവരുടെ ഹാബിറ്റേറ്റ് അവർക്ക് നഷ്ടപ്പെടുകയാണ്. ട്രീ യൂസിങ് അനിമൽസ് ആർ ഡിപ്രൈവ്ഡ് ഓഫ് ഫുഡ് ആൻഡ് ഷെൽട്ടർ. അവരുടെ ഫുഡും ഷെൽട്ടറും അവർക്ക് നഷ്ടപ്പെടുകയാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് സോയിൽ ഇറോഷൻ ഡ്യൂ ടു റിഡക്ഷൻ ഓഫ് വെജിറ്റേഷൻ കവറാണ്. സോയിൽ ഇറോഷൻ്റെ ഇൻക്രീസ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ വെജിറ്റേഷൻ കവർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് പാർട്ടിലേ പറയുന്നുണ്ട്. അഫോറസ്റ്റേഷൻ ട്രീസ് ഒരുപാടുള്ളിടത്ത് എന്താണ് സോയിൽ ഇറോഷൻ അത്രത്തോളം ഉണ്ടാകില്ല. അപ്പോൾ ട്രീസൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞ് ഡിഫോറസ്റ്റേഷൻ ചെയ്യുമ്പോൾ അവിടെ എന്താണ് സോയിൽ ഇറോഷൻ്റെ ഇതും കൂടി വരും. മക്കളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. കാരണം അവർ ഉറങ്ങിയിട്ട് വീഡിയോ ചെയ്യാന്ന് പറയുന്നത് സാധിക്കുന്നതല്ല. അപ്പോൾ പിന്നെ ഒരുപാട് ദിവസം വൈകി പോവുകയാണ് വീഡിയോ ഇടാൻ, അതുകൊണ്ടാണ്. അപ്പോൾ അതൊന്നും ക്ഷമിക്കുക കേട്ടോ. പിന്നെ പറയുന്നത് റിഡക്ഷൻ ഇൻ ദ ഓക്സിജൻ ലിബറേറ്റഡ് ബൈ പ്ലാന്റ്സ് ത്രൂ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് മുഖേനയാണ് നമുക്ക് ഓക്സിജൻ പുറത്തേക്ക് വരുന്നത് നമുക്കറിയാമല്ലോ. ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ പ്ലാന്റ്സ് എന്താണ് ലിബറേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം, ഓക്സിജൻ ആണെന്ന് അറിയാം. അപ്പം പ്ലാന്റ്സ് ഇല്ലെങ്കിൽ ഓക്സിജൻ ലിബറേറ്റ് ചെയ്യുന്ന അളവും കുറയും, അത്ര തന്നെ. ഇൻക്രീസ് ഇൻ പൊല്യൂഷൻ ഡ്യൂ ടു ബേണിംഗ് ഓഫ് വുഡ് ആൻഡ് ഡ്യൂ ടു റിഡക്ഷൻ ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ബൈ പ്ലാന്റ്സ്. അപ്പോൾ ബേണിംഗ് ഓഫ് വുഡ് വിറക് കത്തിക്കുന്നതോടുകൂടി പൊല്യൂഷൻ ഇൻക്രീസ് ചെയ്യും, മലിനീകരണം ഇൻക്രീസ് ചെയ്യും. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ. നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഫോറസ്റ്റിനെ കൊണ്ടുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത് സൈലൻ്റ് ആയിട്ടുള്ളൊരു ഉപയോഗമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. അവിടുത്തെ പ്ലാന്റ്സ് നന്നായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്ത് വെക്കുന്നുണ്ട്, ഒരുപാട് കാലത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അതൊക്കെ കുറയും. പിന്നെയോ ഡിക്രീസ് ഇൻ അവൈലബിലിറ്റി ഓഫ് ഫോറസ്റ്റ് പ്രൊഡക്ട്സിൻ്റെ അവൈലബിലിറ്റി കുറയും. അതുപോലെ തന്നെ ഒരുപാട് ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും മൈക്രോബൽ ഡൈവേഴ്സിറ്റിയുടെയൊക്കെ ലൈഫ് ലോസ് ആവും. അവർക്ക് താമസിക്കുന്ന ഇടമാണല്ലോ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളതങ്ങ് വെട്ടി നികത്തുക എന്ന് പറയുമ്പോൾ ഒരുപാട് ലൈഫ് നഷ്ടപ്പെടും. പിന്നെ പറഞ്ഞ സ്കേഴ്സിറ്റി ഓഫ് ഫ്യൂവൽ വുഡ് ആൻഡ് ഡിറ്റോറിയേഷൻ ഇൻ എക്കണോമി ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് പീപ്പിൾ റിസൈഡിങ് നിയർ ഫോറസ്റ്റ്. ഡിഫോറസ്റ്റേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫ്യൂവൽ വുഡിൻ്റെ സ്കേഴ്സിറ്റി കൂടി വരും. അതുപോലെ തന്നെ ലൈഫിൻ്റെ എക്കണോമിയൊക്കെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഈ ഫോറസ്റ്റിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരുടെ ലൈഫും പ്രോബ്ലത്തിലാകും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലോവറിംഗ് ഓഫ് ദ വാട്ടർ ടേബിൾ ഡ്യൂ ടു മോർ റൺ ഓഫ് ആൻഡ് റിസൾട്ടൻറ്റ് ഇൻക്രീസ് യൂസ് ഓഫ് ദ അണ്ടർഗ്രൗണ്ട് വാട്ടർ. അപ്പോൾ അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് വാട്ടറിനെയൊക്കെ ഈ ഒരു ഡീഫോറസ്റ്റേഷൻ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. റൺ ഓഫ് ചെയ്യുന്ന വാട്ടർ ടേബിൾ ലോ ചെയ്യും. അതുകൊണ്ട് തന്നെ ചെയ്യും, അണ്ടർഗ്രൗണ്ട് വാട്ടർ കുറവായിരിക്കും. പിന്നെ പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ ഇൻ ദ എയർ ഡ്യൂ ടു ബേണിംഗ് ഓഫ് വെജിറ്റേഷൻ ഹാസ് കോസ്ഡ് ഗ്ലോബൽ വാർമിംഗ് റിസൾട്ടിംഗ് ഇൻ മെൽറ്റിംഗ് ഓഫ് ഐസ് ക്യാപ്സ് ആൻഡ് ഗ്ലേസിയേഴ്സ് ആൻഡ് കോൺസിക്വന്റ് ഫ്ലഡിംഗ് ഓഫ് കോസ്റ്റൽ ഏരിയാസ്. കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ കൂടും അല്ലേ, റൈസ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ. കാരണം ഫിക്സ് ചെയ്യാനേ അവിടെ പ്ലാന്റ്സ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ കൂടും, അത് ഗ്ലോബൽ വാർമിങ് കാരണമായി തീരും. അത് കാരണത്താൽ അതുകൊണ്ട് തന്നെ ഐസ് ക്യാപ്സും ഗ്ലേസിയേഴ്സും ഒക്കെ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അത് കാരണം കൊണ്ട് കോസ്റ്റൽ ഏരിയാസിൽ ഫ്ലഡ് വരും. ഇത്രയും പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, MCQ ക്വസ്റ്റ്യൻ ആണെന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ പോയിന്റ്സ് ഓരോന്ന് ഓർമ്മ വേണം. കാരണം ഇതിലേതാണെന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനുള്ള ഇത് വേണം. അപ്പോൾ ഏതൊക്കെയാണ് പോയിന്റ്സ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ആ ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ. ഇൻ ഇന്ത്യ ഫോറസ്റ്റ് കവർ % ഓഫ് ദി ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയാസ്, ബട്ട് ദ കൺട്രി നീഡ്സ് percentages of its area under forest to meet the ecological and economic needs. നമ്മൾ പറഞ്ഞു ഇൻ ഇന്ത്യ ഫോറസ്റ്റ് കവർ 24.39% ആണ് ഇന്ത്യയിലുള്ള ഫോറസ്റ്റ് കവർ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് എത്രത്തോളം വേണം, 33% ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾ നടക്കുകയുള്ളൂ. അതാണ് പറയുന്നത് കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയെന്നോ എനിക്ക് അറിയില്ല. പേജ് നമ്പർ 94 അതുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് പറയുന്നത് ഡാഷ് ഫയർ ടേക്സ് പ്ലേസ് ഇൻ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഫോറസ്റ്റ് ആണ്. അതേതാണ്, ക്രൗൺ ഫയർ ആണ്. അതൊക്കെ ഓർക്കട്ടെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് MCQ വരിക. അപ്പോൾ ക്രൗൺ ഫയർ ആണ് ടേക്സ് പ്ലേസ് ഇൻ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഫോറസ്റ്റ് നടക്കുന്നതാണ് ക്രൗൺ ഫയർ ആണ്. ഇനി ഡീഫോറസ്റ്റേഷൻ ലീഡ്സ് ടു റിഡക്ഷൻ ഇൻ ദ ഡാഷ് ലിബറേറ്റഡ് ബൈ പ്ലാന്റ്സ് ത്രൂ ഡാഷ്. നമ്മൾ പറഞ്ഞു അല്ലേ, ഡീഫോറസ്റ്റേഷൻ ലീഡ്സ് ടു റിഡക്ഷൻ ഇൻ ദ ഓക്സിജൻ ലിബറേറ്റഡ് ബൈ പ്ലാന്റ്സ് ത്രൂ ഫോട്ടോസിന്തസിസ്. ഓക്കെ, ഇനി ഇമ്പാക്ട് ഓഫ് മൈനിങ് ആൻഡ് ഡാം ബിൽഡിംഗ് ഓൺ എൻവിറോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ ടിമ്പർ എക്സ്ട്രാക്ഷന്, മൈനിങ്, കൺസ്ട്രക്ഷൻ ഓഫ് ഡാം,
പിന്നെ അങ്ങനത്തെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഒരു ഡെവലപ്പിംഗ് കൺട്രിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവയൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഫോറസ്റ്റിൻ്റെ അടുത്തായിട്ടാണ് വരിക. വേർ ദർ ആർ റിച്ച് മിനറൽ റിസോഴ്സസ് ഉള്ള ഏരിയ എന്ന് പറയുന്നത് ഫോറസ്റ്റിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ലൈക്ക് അയേൺ, സ്റ്റീല്, അലുമിനിയം റിഫൈനറീസ് ആർ ആൾസോ ലൊക്കേറ്റഡ് ഇൻ ദീസ് ഏരിയാസ്. അപ്പോൾ എവിടെയാണോ മിനറൽ റിസോഴ്സസ് ഉള്ളത്, റിച്ച് ആയിട്ടുള്ളത്, അവിടെയാണല്ലോ അതിൻ്റെ ഇൻഡസ്ട്രീസൊക്കെ വരുന്നത്. അപ്പോൾ അതുപോലെയുള്ള അയൺ, സ്റ്റീൽ, അലുമിനിയം റിഫൈനറീസൊക്കെ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഈ ഒരു ഫോറസ്റ്റിൻ്റെ അടുത്തായിട്ട് തന്നെ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഫോറസ്റ്റിൻ്റെ അടുത്തായിട്ട് ജീവിക്കുന്നവരെന്ന് പറയുന്നത് ട്രൈബൽ പീപ്പിൾസ് ആയിരിക്കും. അവരെന്ന് പറയുന്നത് അവരുടെ ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് തന്നെ. അപ്പം നമ്മൾ കുറച്ച് കാലത്തെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഇക്കോളജിക്കൽ ഗെയിനിന് വേണ്ടിയിട്ട് നമ്മൾ പെർമനൻ്റായിട്ട് തന്നെ ഫോറസ്റ്റിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ട്രൈബൽ പീപ്പിൾസിനെയൊക്കെ എഫക്റ്റ് ചെയ്യും. എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക? ഇപ്പോൾ ട്രൈബൽ പീപ്പിൾസിൻ്റെയൊക്കെ സെറ്റിൽമെൻറ്റ്സൊക്കെ നശിപ്പിച്ചിട്ടാണ് അവിടെ ഒരു ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ്സ് അങ്ങനത്തെയൊക്കെ വരുന്നത്. അപ്പോൾ അത് അവരുടെ ലൈഫിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കാലത്തെ ആ ഒരു ലാഭത്തിന് വേണ്ടി നമ്മളൊരു സമൂഹത്തെയും അതുപോലെ തന്നെ ആ ഒരു ഫോറസ്റ്റൊക്കെ ഡിഫോറസ്റ്റേഷനൊക്കെ ചെയ്യുന്നത്. അതൊക്കെയാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ദർ ഈസ് എ കോൺസ്റ്റൻറ്റ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ കൺസർവേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. നമ്മളെന്താണ് ഫോറസ്റ്റ് കൺസർവ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റും അത്യാവശ്യവുമാണ്. What needs to be understood is that long-term ecological gains cannot be sacrificed for short-term economic gains. ഇക്കോളജിക്കൽ ഗെയിൻസ് എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് ലോങ് ടേം ആയിട്ടുള്ള ഇക്കോളജിക്കൽ ഗെയിനാണ് നമ്മൾ ഫോറസ്റ്റ് കീപ്പ് ചെയ്യുക, കൺസേർവ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഷോർട്ട് ടേം എക്കണോമിക് ഗെയിനാണ് ഡീഫോറസ്റ്റേഷൻ ചെയ്തുകൊണ്ട് നമ്മൾ ലാഭമാക്കിക്കൊണ്ട് വരുന്നത്. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായല്ലോ. എങ്ങനെയാണ് നമ്മൾ ഡീഫോറസ്റ്റേഷൻ ചെയ്താൽ നമുക്ക് എന്താണ് നഷ്ടങ്ങളേ ഉള്ളൂ. സോയിൽ ഇറോഷന്, ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ് ഒക്കെ നമുക്ക് സംഭവിക്കാം. അവിടെ നമ്മൾ വെട്ടിമുറിച്ച് വല്ല ഇൻഡസ്ട്രീസൊക്കെ പണിത് കുറച്ച് സമ്പാദിക്കുമ്പോഴേക്കും നമുക്ക് അതിനേറെ നഷ്ടം ഉണ്ടാകുന്നുണ്ട്. അതൊക്കെയാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഫ്ലഡ്, ഡ്രൗട്ട്, ലാൻഡ് സ്ലൈഡ് ബിക്കം മോർ പ്രിവലന്റ് ഇൻ സച്ച് ഏരിയാസ്. അങ്ങനെ ഡീഫോറസ്റ്റേഷൻ ചെയ്ത ഏരിയാസിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫോറസ്റ്റിൽ ഒരുപാട് ആനിമൽസ് ഉണ്ട്, ഒരുപാട് ബയോഡൈവേഴ്സിറ്റി ഉണ്ട്. അപ്പം നമുക്കതൊന്നും അറിയില്ല ഏതൊക്കെയാണ് ഉള്ളത് എന്താണെന്നൊക്കെ. അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഡീഫോറസ്റ്റേഷനൊക്കെ ചെയ്തിട്ട് അവരെ നശിപ്പിക്കുമ്പോൾ നമുക്ക് അവരുടെ അവരുടെ ബെനിഫിറ്റ്സ്, അവരുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് അറിയാതെയാണ് നമുക്കതൊക്കെ ലോസായി പോകുന്നത്. ചിലപ്പോൾ ആ സ്പീഷീസ് എന്ന് പറയുന്നത് എക്കണോമിക് വാല്യൂ ഉള്ളവയായിരിക്കാം, മെഡിസിനൽ വാല്യൂ ഉള്ളവയായിരിക്കാം. പക്ഷേ ഈ ഡിഫോറസ്റ്റേഷൻ്റെ റിസൾട്ട് ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബൈ റിസൾട്ടായിട്ട് നമുക്ക് ഇവയൊക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് അവിടെയൊക്കെ പറയുന്നത്. ഫോറസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇൻഡിവിജ്വൽ ഗിഫ്റ്റ് ഓഫ് നാച്ചർ ഇൻ ദ ഫോം ഓഫ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ബൈ ഡിസ്ട്രോയിങ് ദം വി ആർ ഗോയിങ് ടു ലോസ് ദീസ് സ്പീഷീസ് ഈവൻ ബിഫോർ നോയിങ് ദെയർ സിഗ്നിഫിക്കൻസ് ആസ് വെൽ ആസ് ബെനിഫിറ്റ്സ്. ഓക്കെ, ഈ എഫക്റ്റ് ഓൺ ട്രൈബൽ പോപ്പുലേഷൻ ആൻഡ് ദെയർ റൈറ്റ്സ് ഈ ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. നമ്മൾ ട്രൈബൽ പീപ്പിൾസ് ആയിരിക്കുമല്ലോ ഫോറസ്റ്റിൻ്റെ ചുറ്റുപാടുമായിട്ട് ജീവിക്കുന്നത്. അവരുടെ ജീവിതം പോകുന്നത് എങ്ങനെയാണ്? അവർ ഫോറസ്റ്റിൽ നിന്നുള്ള നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവർക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന ഫുഡ്, ഷെൽട്ടറൊക്കെ ഫോറസ്റ്റാണ്. അതുപോലെ തന്നെ അവർക്ക് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഹെർബൽ മെഡിസിൻസ് ഏതൊക്കെയാണെന്ന് അറിയാം. അതുപോലെ എഡിബിൾ ഫ്ലവേഴ്സ്, ലീവ്സ്, ഫ്രൂട്ട്സ്, മെഡിസിനൽ ഹെർബ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം. അവരിതൊക്കെ എവിടെ നിന്നാണ് എടുക്കുന്നത്? ഫോറസ്റ്റിൽ നിന്നാണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഡോമിനൻ്റ് ആയിട്ടുള്ള ട്രൈബൽസ് ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയാസ് എന്ന് പറയുന്നത് റിച്ച് ഫോറസ്റ്റ് കവർ ചെയ്യുന്ന ഒരു ഏരിയാസ് ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് അതിലുള്ള മിനറൽസ് എവിടേക്കാണ്, വാട്ടർ ഷെഡ്സ് എവിടേക്കാണെന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റും. അവർക്ക് ഫോറസ്റ്റാണ് അവർക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്, മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഒരു ട്രൈബൽ പീപ്പിൾസിൻ്റെ ലൈഫും എക്കണോമിയും അവരുടെ ഹാബിറ്റേറ്റും ഒക്കെ ചുറ്റിപ്പറ്റി വരുന്നത് ഈ ഒരു ഫോറസ്റ്റിനെ തൊട്ടുകൊണ്ടാണ്. അപ്പം നമ്മൾ ഈ ഡീഫോറസ്റ്റേഷനൊക്കെ ചെയ്ത് അവിടെ ഒരു ഡെവലപ്മെൻറ്റൊക്കെ നടത്തി, ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ലൈക്ക് കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ്, മൈനിങ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ്
ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ട്രൈബൽ പീപ്പിൾസിനെയും നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫ് ആകെ എന്താ പറയുക പറ്റേക്കുളമാകും അല്ലേ, ചുരുക്കി നമ്മുടെ സ്ലാങ്ങിൽ പറയുകയാണെങ്കിൽ അതങ്ങ് നഷ്ടപ്പെട്ടു പോകും, അങ്ങനെയും പറയാം. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ കൺസെപ്റ്റിൽ അവരുടെ ലാൻഡായിട്ട് അവർ കൊണ്ട് നടന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, വെട്ടി നശിപ്പിച്ച് അവിടെ നമ്മൾ പുതിയ ഇൻഡസ്ട്രീസൊക്കെ കെട്ടിപ്പടുക്കുമ്പോൾ അവരുടെ ലൈഫ് ആകെ പ്രോബ്ലംസായി. അവരുടെ ഹാബിറ്റേറ്റിൽ അവരുടെ ലൈവ്ലിഹുഡൊക്കെ അതങ്ങോട്ട് മിസ്റ്റേക്കണായി. ഓക്കെ, അങ്ങനെ അതാകെ എന്താ പറയുക. ഓക്കെ, നിങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇവർ ആ ഒരു പ്രോബ്ലംസ് അപ്പം കാര്യം മനസ്സിലായല്ലോ. അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്, എങ്ങനെയാണ് ഡീഫോറസ്റ്റേഷൻ ട്രൈബൽ പീപ്പിൾസിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെയൊക്കെ ഒരു ഡെവലപ്മെൻ്റൊക്കെ അവിടെ വരുമ്പോൾ ഈ ഒരു ട്രൈബൽ പീപ്പിൾസ് നിർബന്ധിതരാവുകയാണ്. അവർക്കറിയാത്തൊരു ലൈഫുമായിട്ട് പൊരുത്തപ്പെടാൻ അവർ നിർബന്ധിതരാവുകയാണ്. കാരണം അവർക്ക് അറിയില്ല പുറത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഈ ഒരു ഫോറസ്റ്റ് വിട്ടിട്ട് എങ്ങനെയാണ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും അവർക്കറിയില്ല. അവർക്ക് ഇതിന് പകരമായിട്ട് കോമ്പൻസേഷൻ കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. അവർക്ക് അതുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ അവർക്ക് അറിയില്ല. അതൊക്കെയാണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്. Hence, development is bound to affect their agricultural and forest land, which is the primary source of their livelihood. അവരുടെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു അഗ്രികൾച്ചറും ഈ ഒരു ഫോറസ്റ്റ് ലാൻഡുമാണ്. The development process pushes them from an informal to a formal economy that is new to them without any preparation. ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ഇൻഫോർമലായി കൊണ്ടു നടന്നിട്ടുള്ള അവരുടെ ലൈഫ് അവരെന്ത് ചെയ്യണം, ഫോർമൽ എക്കണോമിയിലേക്കുള്ള ഒരു ചേഞ്ച്, ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ അവർ അതിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ ഫേസ് ചെയ്യണം. ഓക്കെ, ദേ ഹാഡ് ഡിപ്പെൻഡൻ്റ് ഓൺ അഗ്രികൾച്ചറൽ ലാൻഡ് ആൻഡ് ഫോറസ്റ്റ് ബോത്ത് ഓഫ്. അത് രണ്ടും അവർക്ക് നഷ്ടപ്പെടുകയാണ്. ഈ ഒരു പ്രൊജക്റ്റ് കാരണം അവർക്ക് നഷ്ടപ്പെടുകയാണ്. ഈ ഒരു അഗ്രികൾച്ചറൽ ലാൻഡും ഫോറസ്റ്റ് ലാൻഡൊക്കെ അവർക്ക് നഷ്ടപ്പെടുകയാണ്. ഇനി അവർക്ക് കോമ്പൻസേഷൻ കൊടുത്തിട്ടും അവർക്ക് അതൊന്നും ഒരു ഫെമിലിയർ അല്ല അവർക്ക്. ഇനി ഈ ഒരു പ്രോബ്ലംസിനൊക്കെ വെച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു ആക്റ്റൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതാണ് ദ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ് റെക്കഗ്നേഷൻ ഓഫ് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് 2006 ടു അഡ്രസ് ദിസ് അനോമലി. ഇത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റൈറ്റൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാറിയോ, നിങ്ങൾ ജസ്റ്റ് 98 പേജിൽ നോക്കിയിരുന്ന് ജസ്റ്റ് ആ ആക്റ്റൊക്കെ ഒന്ന് വായിച്ച് നോക്കും. അപ്പം ഇന്ത്യൻ ഗവൺമെൻറ് പാസ് ഔട്ട് ആക്കിയിട്ടുള്ളതാണ് 2006 പാർലമെൻറ്റിൽ പാസ് ഔട്ട് ആക്കിയിട്ടുള്ളൊരു ആക്റ്റാണ് ട്രൈബൽ പീപ്പിൾസിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളത്. അതിൻ്റെ പേരെന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ അത് ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ് ആണ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കൂ കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഫോറസ്റ്റ് റിസോഴ്സസ് ആണ്. അപ്പം നമ്മൾ എക്സ്പ്ലോയിറ്റേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഫോറസ്റ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫോർ ടിമ്പർ, ഫയർവുഡ് അല്ലെങ്കിൽ ഫോറസ്റ്റ് പ്രൊഡക്ട്സിന് അല്ലെങ്കിൽ എന്തിനൊക്കെ ആയാലും വാല്യുബിൾ മെഡിസിനൽ പ്രൊഡക്ട്സിനൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു ഫോറസ്റ്റിനെ കണക്കില്ലാതെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആഡ്വക്കേറ്റ് എഫേർട്ട് ടു റീജനറേറ്റ് ദ ഫോറസ്റ്റ് ആർ നോൺ ടു ബി ഫാസ്റ്റ് ഡിസപ്പിയറിങ്. അപ്പം നമ്മൾ ഒരു ആഡിക്വേറ്റഡ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് റീജനറേറ്റ് ചെയ്യാനുള്ള അതൊന്നും എടുക്കാതെ നമ്മൾ ഈ ഒരു ഫോറസ്റ്റിനെ അങ്ങനെ വെട്ടി നശിപ്പിക്കുകയാണെങ്കിൽ അധികം വൈകാതെ ഈ ഫോറസ്റ്റൊക്കെ നമ്മളിൽ നിന്ന് ഡിസപ്പിയർ ചെയ്ത് പോകും. ഓക്കെ, അതുമാത്രമല്ല ഈ ഫോറസ്റ്റ് നമ്മളിങ്ങനെ വെട്ടി നശിപ്പിക്കുമ്പോൾ നമ്മളെ ബാധിക്കുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതിന് എക്സാമ്പിൾസാണ് ഫ്ലഡ്, സോയിൽ ഇറോഷന്, അതുപോലെ ക്രോപ്പ് ഈൽഡ് റെഡ്യൂസ് ചെയ്യുക, എന്നിട്ട് ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യും ഈ ഒരു ഡീഫോറസ്റ്റേഷൻ കാരണം. ഇനി ഈ വനങ്ങൾ ഇവയൊക്കെ സംരക്ഷിക്കുന്നതിനും കൂടുതൽ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുന്നതിനുമായി നമ്മുടെ ഇന്ത്യൻ സർക്കാർ ശക്തമായ വനനയം സ്വീകരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യയിലും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നടപ്പാക്കുന്ന ചില സംരക്ഷണ നടപടികളാണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ഏരിയ ഓഫ് ഫോറസ്റ്റ് പ്ലാന്റേഷൻ. ഫോറസ്റ്റിൻ്റെ ഏരിയ കൂട്ടുക. നമ്മൾ ഈ വേക്കൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാവും, വേക്കൻ്റ് ആയിട്ടുള്ള ലാൻഡ്സ്, വേസ്റ്റ് ലാൻഡ്സ്, ഡീഗ്രേഡഡ് ലാൻഡ്സ്, മാർജിനൽ ലാൻഡ്സ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ റോഡ് സൈഡിൽ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്സിലെ കൗണ്ടേഴ്സിലൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഫോറസ്റ്റിലേക്ക് തടിക്ക് വേണ്ടിയിട്ടും അതേപോലെ വിറകിന് വേണ്ടിയിട്ടൊക്കെ പോകുന്നത് കുറച്ചൊക്കെ ഒന്ന് കുറയും നമ്മളിങ്ങനെ വെച്ച് പിടിപ്പിച്ചാൽ.
ഇനി അഥവാ നമ്മൾ ഡീഫോറസ്റ്റ് ചെയ്തിട്ട് എല്ലാ ഏരിയയിലോ എന്ത് ചെയ്യണം, റീഫോറസ്റ്റേഷൻ രണ്ടാമതും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കണം. ഇതാണ് ഫസ്റ്റ് വൺ, ഇൻക്രീസ് ഇൻ ഏരിയ ഓഫ് ഫോറസ്റ്റ് പ്ലാന്റേഷൻ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് ആൾട്ടർനേറ്റീവ് സോഴ്സസ് ആൻഡ് പ്രൊമോട്ടിംഗ് ദ സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾക്ക് അത്യാവശ്യമാണ് ഒരു ആൾട്ടർനേറ്റീവ് ഫ്യൂവൽസൊക്കെ കണ്ടുപിടിക്കേണ്ടത്. അത്രയ്ക്ക് നെസസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ പേപ്പേഴ്സ്, മാനുഫാക്ചറിങ് ഓഫ് പേപ്പേഴ്സ്, സ്പോർട്സ് ഗുഡ്സ്, പാക്കിംഗ് കേസസ്, അതുപോലെ ഫർണിച്ചർ, ഇവയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് എന്താണ്, മരമാണ് അല്ലേ, ടിമ്പറാണ്. ടിമ്പർ ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ മരം ഒഴിവാക്കിയിട്ട് അതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ഫർണിച്ചറിൻ്റെ കേസസിലൊക്കെ മരത്തിനെ ഒഴിവാക്കി വേറെ എന്തെങ്കിലും അതിന് പകരക്കാരനായി നിൽക്കാൻ പറ്റുന്നവയെ കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ റിസർച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആൾട്ടർനേറ്റീവ് സോഴ്സസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. In some cases, plastics and composite materials have been successful in replacing the use of timber. Okay. ഇതൊന്നും ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല കേട്ടോ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് മെയിൻ ഹെഡിങ്സ് മാത്രം വായിച്ചു കാണാൻ നമുക്ക് ഈ ചാപ്റ്റർ അങ്ങ് ലാസ്റ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അഡോപ്ഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് ഓഫ് ഫോറസ്റ്റ് ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് എ റിലയബിൾ മെക്കാനിസം ഓഫ് ഇൻഫോർമേഷൻ ബേസ് ആൻഡ് റെഗുലർ മോണിറ്ററിങ്. ഇതൊന്നും ആരും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണ് ജൂണിൽ വരുന്ന സ്റ്റുഡൻസിന് MCQ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷിംഗ് ആൻ എഫക്റ്റീവ് സിസ്റ്റം ഓഫ് ഫൈറ്റിംഗ് ഫോറസ്റ്റ് ഫയർസ്. നെക്സ്റ്റ് വൺ സ്ട്രിക്ട്ലി എൻഫോഴ്സിങ് ലോസ് ടു ഡീൽ വിത്ത് അൺഅതോറൈസ്ഡ് കട്ടിംഗ് ഓഫ് ട്രീസ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊമോട്ടിംഗ് അഗ്രോ ഫോറസ്ട്രി ആൻഡ് സോഷ്യൽ ഫോറസ്ട്രി. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പാർട്ടിസിപ്പേറ്ററി ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് റൈറ്റ്സ് ആണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ഉണ്ടെങ്കിൽ ഞാൻ MCQ ക്വസ്റ്റ്യൻസ്, ഈ ഒരു ചാപ്റ്ററിൽ MCQ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യും. അതുവരെ നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കൂ. മനസ്സിലാവണില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. എന്നാൽ അത്ര വലിയൊരു കാര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ നമുക്കത് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. MCQ ക്വസ്റ്റ്യൻസ് ആണല്ലേ വരുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി, വാല്യൂ ആൻഡ് സർവീസസ് ആണ്. അപ്പോൾ അതിന് മുന്നേ പറയട്ടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു വീഡിയോ ഒരേ ടൈമിലല്ല മൊത്തമായിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. കുറച്ച് ഭാഗം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിന് സൗകര്യത്തിനനുസരിച്ച് കുറച്ച് ഭാഗം റെക്കോർഡ് ചെയ്ത് അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എന്ന് പറയുന്നത് ഓരോ ടൈമത്തതായിരിക്കും. നിങ്ങൾക്കത് ഒരു ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ എന്താണ് ക്ഷമിക്കണം. ഞാൻ ആദ്യത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണമെന്നോ അങ്ങനെയൊന്നും കരുതിയിട്ടല്ല ഞാനിതിങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇടുന്നൊരു വീഡിയോ കറക്റ്റായിട്ട് ചെയ്യാമെന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ ഒരുപാട് കുട്ടികൾ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അവർ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളാണ്. അപ്പോൾ അവർക്കൊരു ഹെൽപ്പാണ് നമ്മളുടെ വീഡിയോ എന്ന് അറിയുമ്പോൾ. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ടോ അല്ല ഇതിൻ്റെ ക്ലാരിറ്റി ഒന്നും നോക്കാതെ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ്. മക്കൾസ് ഉണ്ട്, അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായ അല്ലറ ചില്ലറ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങളതൊന്ന് കാര്യമാക്കരുത്, നിങ്ങളതൊന്ന് ക്ഷമിക്കുക കേട്ടോ. അല്ലാതെ ഇരുന്നാൽ ഞാൻ ഫുൾ ക്ലാരിറ്റി ഇതൊന്നൊക്കെ നോക്കിയിരിക്കുകയാണെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. ഒരുപാട് ലാഗായിരിക്കും. നിങ്ങൾക്കാണെങ്കിൽ ജൂണിൽ എക്സാമും വരികയല്ലേ, അപ്പോഴേക്കും എങ്ങനെയെങ്കിലും നമുക്കിതൊക്കെ തീർക്കണം. അപ്പോൾ എല്ലാവരും എന്താണ് സഹകരിക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.